തെരഞ്ഞെടുക്കപ്പെട്ട സർവകലാശാല യൂണിയനെ സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിക്കാത്ത കേരള സർവകലാശാല വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മലിനെതിരെ പ്രതിഷേധം ശക്തമാക്കി SFI. സർവകലാശാല ആസ്ഥാനത്തേക്ക് നടന്ന SFI മാർച്ചിൽ പോലീസ് നിരവധി തവണ ജലപീരങ്കി പ്രയോഗിച്ചു. ഇപ്പോൾ കമലേഷാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. കമലേഷ്, SFIയുടെ സമരം ജനാധിപത്യ വിരുദ്ധമായി പ്രവർത്തിക്കുന്ന, സർവകലാശാല ചട്ടങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന വൈസ് ചാൻസലർക്കെതിരെയാണ്. കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി SFI അതിശക്തമായൊരു സമര രംഗത്ത് തന്നെയായിരുന്നല്ലോ. ഇപ്പോഴെന്താണ് അവസ്ഥ? അതിശക്തമായ സമരത്തിന് തന്നെയാണ് കേരള യൂണിവേഴ്സിറ്റിയുടെ പ്രധാന കവാടം ഇപ്പോൾ വേദിയായിട്ടുള്ളത്. നൂറുകണക്കിനായിട്ടുള്ള വിദ്യാർത്ഥിനികൾ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികളുടെ സംഘമാണ് ഇവിടത്തേക്ക് മാർച്ച് ചെയ്തത്. മാർച്ചിനെ വളരെ രൂക്ഷമായ നിലയിൽ തന്നെ പോലീസ് കൈകാര്യം ചെയ്തു. 6-7 തവണയാണ് ഈ ജലപീരങ്കി വിദ്യാർത്ഥികൾക്ക് നേരെ പ്രയോഗിച്ചത്. പക്ഷേ ഒരൊറ്റ വിദ്യാർത്ഥി പോലും അവിടെ നിന്നും മാറിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അത്യന്തം ആവേശത്തോടുകൂടി തന്നെ വിദ്യാർത്ഥികൾ ഈ സമരത്തെ മുന്നോട്ട് കൊണ്ടുപോയി. അതോടൊപ്പം SFIയുടെ സംസ്ഥാന സെക്രട്ടറി PM ആർഷോയാണ് ഈ സമരം പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തത്. ഈ സമരം വിദ്യാർത്ഥികൾ ഇപ്പോൾ യൂണിവേഴ്സിറ്റിക്കകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന സമരം ഇനിയും തുടരും എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം യൂണിവേഴ്സിറ്റിക്കകത്തുള്ള സമരപ്പന്തലടക്കം പോലീസ് പൊളിച്ചു മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ആ നിലയിൽ പിന്നോട്ട് പോകാൻ SFI ഒരുക്കമല്ല എന്ന് PM ആർഷോ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ യൂണിവേഴ്സിറ്റിയുടെ പ്രധാന കവാടത്തിന് മുന്നിൽ ഈ സമരപ്പന്തൽ ഉയർത്തിക്കൊണ്ട് അവിടെ സമരം തുടരും എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഈ VCക്കെതിരെ വലിയ ആക്ഷേപങ്ങൾ തന്നെയാണ് SFI മുന്നോട്ട് വെക്കുന്നത്. സർവകലാശാലയുടെ പ്രവർത്തനങ്ങളെ ആകെ താളം തെറ്റിക്കുന്ന നിലയിലേക്കുള്ള ഇടപെടലാണ് VCയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. സെനറ്റിലേക്കടക്കം നിക്ഷിപ്ത താല്പര്യങ്ങൾ മുൻനിർത്തി തങ്ങളുടെ ഇഷ്ടക്കാരെ തിരികെ കയറ്റുന്നതിനുള്ള ഇടപെടൽ നടത്തുന്നു. വിദ്യാർത്ഥികളുടെ ന്യായമായ അവകാശങ്ങൾ, അതായത് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർവകലാശാല യൂണിയനെ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കാൻ പോലും അനുവദിക്കാത്ത നിലയിലേക്കുള്ള ഇടപെടൽ VCയുടെ ഭാഗത്തു നിന്നുണ്ട്. സൂചിപ്പിച്ചതുപോലെ അതിശക്തമായ വിദ്യാർത്ഥി സമരത്തിന്, SFI സമരത്തിന് കേരള സർവകലാശാല ആസ്ഥാനം വിധേയമാകുന്നത് സാക്ഷ്യം വഹിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ, തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥി യൂണിയനെ, സർവകലാശാല യൂണിയനെ സത്യപ്രതിജ്ഞ ചെയ്ത് അവരുടെ പ്രവർത്തനങ്ങളിലേക്ക് നീക്കാൻ അനുവദിക്കുന്നില്ല വൈസ് ചാൻസലർ എന്നുള്ളതാണ്. വൈസ് ചാൻസലറെ കാണുവാനില്ല, വൈസ് ചാൻസലർ സർവകലാശാലയിലേക്ക് എത്തുന്നില്ല എന്ന ശക്തമായ വിമർശനം ഈ സമരകാലത്ത് SFI ഉന്നയിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി SFI അവിടെ സമരം ചെയ്യുകയാണ്, സമരം തുടരുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ നിലയിൽ SFI സമരം കുറേ കൂടി ശക്തമായി തന്നെ സർവകലാശാലയ്ക്ക് മുമ്പിൽ ഇപ്പോഴും തുടരുന്ന സ്ഥിതി ഉണ്ടായത്.